നമുക്ക് ആദ്യം വയനാട്ടിലേക്ക് പോകാം. 2 മാസമായി പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ ഭീതി വിതച്ച കടുവ കൂട്ടിലായിരിക്കുകയാണ്. വനമൂലികയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. 2 ആഴ്ചക്കിടെ പ്രദേശത്തെ 5 വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നത്. ജിൻസ് തോട്ടുങ്കര വിവരങ്ങളുമായി ചേരുന്നു. ജിൻസ്, പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസം പകരുന്ന വാർത്ത, കടുവ കൂട്ടിലായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ 1 മാസത്തോളമായി മുള്ളംകൊല്ലി അതുപോലെ തന്നെ പുൽപ്പള്ളി മേഖലയെ ഭീതി വിതച്ച കടുവയാണ് ഒടുവിൽ ഈ വനംവകുപ്പിന്റെ കൂട്ടിലായിട്ടുള്ളത്. ഇന്ന് രാവിലെ 9:30യോടെയാണ് ഈ വടാനക്കവല വനമൂലികയിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ കൂട്ടിൽ ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത്. വിവരമറിഞ്ഞ ഉടനെ തന്നെ വനപാലകർ ഈ സ്ഥലത്തെത്തി കടുവയെ പാടിയിലെ കടുവാ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ ഭീതി വിതച്ച കടുവയാണ് ഒടുവിൽ ഈ കൂട്ടിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതിനിടയിൽ 2 ആഴ്ചക്കിടെ 5 വളർത്തുമൃഗങ്ങളാണ് ഈ കടുവയുടെ ആക്രമണത്തിന് ഇരയായത്. ഈ കടുവയെ പിടികൂടാൻ തന്നെ ഈ പ്രദേശത്ത് 4 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടിൽ 3ാമത്തെ കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത്. ഈ കടുവ കുടുങ്ങാത്തതിൽ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടെയായിരുന്നു ഇതിനെ മയക്കൂടി വെക്കാനുള്ള ഒരു ഉത്തരവിറങ്ങിയത്. പക്ഷേ എന്തായാലും ഈ കടുവ കൂട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇതിനെ കുപ്പാടിയിലെ കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ കടുവയുടെ പ്രായം അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി എല്ലാം വ്യക്തമാകുള്ളൂ എന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ശരി ജിൻസ, നമുക്ക്